2025 കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ചില പ്രധാന കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. അപ്പൊ നോക്കൂ, കേരള നടനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗുരു ഗോപിനാഥ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കേരള നടനം എന്ന് പറയുമ്പോൾ നമുക്ക് കേരള നടത്തം എന്ന് ഓർക്കാം കേട്ടോ, നടത്തം. അപ്പൊ നമ്മൾ നടക്കുമ്പോ പോകുമ്പോ എന്താണ്? പി എന്നൊരു നാദം കേൾക്കാം എന്നോർക്കാം. കേരള നടനം എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തം എന്ന് കണക്ട് ചെയ്തു. നടക്കുമ്പോ പോകുമ്പോൾ എന്താണ്? പി എന്നുള്ള നാദം കേൾക്കാം. നാദം എന്നാൽ സൗണ്ട് എന്നുള്ളൊരു അർത്ഥമാണ് അല്ലെ. അപ്പൊ പോകുമ്പോൾ എന്താണ്? പി എന്നൊരു നാദം കേൾക്കാം. ഈ കുട്ടികൾക്ക് നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ പി എന്നുള്ള സൗണ്ട് ഉള്ള ചെരുപ്പൊക്കെ ഉണ്ട് അല്ലെ, ആ ഒന്നും വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ കേരള നടനം ഗുരു ഗോപിനാഥ് ആണ് നേതൃത്വം നൽകിയത്. ഇനി ചവിട്ടു നാടകം, ആരാണ് ചവിട്ടു നാടകത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്? ചിന്നത്തമ്പിപ്പിള്ള. ആരാണ്? ചിന്നത്തമ്പിപ്പിള്ള. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ ചവിട്ടു നാടകം എന്ന് പറയുമ്പോൾ ചവിട്ട് എന്ന് ഓർക്കാം അല്ലെ. ചവിട്ടുന്നത് എന്ത് വെച്ചിട്ടാണ്? തമ്പ് വെച്ചിട്ടാണ് ചവിട്ടുന്നത്, തമ്പ് വെച്ചിട്ടാണ്. അതിൽ നിന്ന് തമ്പിപ്പിള്ള കണക്ട് ചെയ്യാലോ, ചിന്നത്തമ്പിപ്പിള്ളയാണ് ചവിട്ടു നാടകത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ഇനി നോക്കൂ, യക്ഷഗാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പാർത്തി സുബ്ബയാണ്. എങ്ങനെ ഓർക്കാം? അപ്പോ യക്ഷഗാനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ തുടങ്ങും അല്ലെ. പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതിൽ നിന്ന് പാർത്തി സുബ്ബ എന്ന് കണക്ട് ചെയ്യാലോ. യക്ഷഗാനം കേൾക്കുമ്പോൾ പേടിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ യക്ഷഗാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പാർത്തി സുബ്ബയാണ്. ഇനി കൂടിയാട്ടം, ആരാണ് കൂടിയാട്ടത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്? ഗുരുമണി മാധവ ചാക്യാരാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? അപ്പൊ കൂടിയാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടി ആടി എന്നോർക്കാം. കൂടി ആടി. പൊതുവെ സിനിമയിലാണല്ലോ ഒരുപാട് ഡാൻസേഴ്സ് ഒക്കെ കൂടിയാടുന്നത്. അപ്പോ നമ്മുടെ മീശ മാധവൻ സിനിമയിലാണ് എല്ലാവരും കൂടിയാടിയത് എന്നോർക്കാം. കൂടിയാടിയത് മീശ മാധവൻ സിനിമയിലാണ് എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഗുരുമണി മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ നമ്മുടെ ചെറിയ ഈ കോഡുകളും ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്